ടിൻ ഫ്ലെയിം ജേണിയിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് പരസ്പരം തിരിച്ചറിഞ്ഞിട്ടും ഒന്ന് ചേർന്നിട്ടും ഡിവൈൻ മസ്കുലിൻ എന്തുകൊണ്ടാണ് അകന്നു പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. ടിൻ ഫ്ലെയിം കണക്ഷൻ എന്നത് ഒരു സാധാരണ ബന്ധം പോലെയല്ല. അത് വളരെ ആത്മീയവും തീവ്രവുമാണ്. ഫിസിക്കൽ യൂണിയൻ നടക്കുമ്പോൾ ഡിവൈൻ മസ്കുലിൻ്റെ ആത്മാവിൻ്റെ ആഴത്തിലുള്ള വൈകാരിക തീവ്രതയെയും സ്നേഹത്തെയും ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സിനോ ഈഗോയ്ക്കോ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരികയില്ല. ഈ ഊർജം അവരിൽ ഭയവും ആശങ്കയും ഉണ്ടാക്കുന്നു. ഡിവൈൻ ഫെമിനൻസിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രതയും ഡിവൈൻ ഫെമിനൻസിൻ്റെ ലൈറ്റിനെയും അവർ ഭയക്കുന്നു. അവർക്ക് ഇതുപോലൊരു സ്നേഹം അവർ അനുഭവിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ DM പറഞ്ഞിരുന്നു, എൻ്റെ അമ്മ പോലും എന്നെ നീ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചിട്ടില്ല എന്ന്. അവരുടെ ശരീരം മാത്രമാണ് നമ്മിൽ നിന്നും ഒളിച്ചോടുന്നത്. അവരുടെ ആത്മാവ് എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. ടിൻ ഫ്ലെയിംസ് പരസ്പരം കണ്ണാടി പോലെയാണ്. ഒരാളുടെ ഉള്ളിലെ ഭയങ്ങളും പഴയകാല ട്രോമകളും ഇൻസെക്യൂരിറ്റികളും മറ്റേയാൾ കൃത്യമായി കാണിച്ചു കൊടുക്കും. ഫിസിക്കൽ യൂണിയനിൽ ഒന്നിച്ചു വരുമ്പോൾ DMൻ്റെ ഈഗോയും അവരുടെ ഉള്ളിലെ പരിഹരിക്കാതെ കിടക്കുന്ന ആഴത്തിലുള്ള മുറിവുകളും കൂടുതൽ ശക്തിയായി ട്രിഗർ ചെയ്യപ്പെടുന്നു. ഇതിനെ നേരിടാൻ പറ്റാതെ വരുമ്പോൾ അവർ അവിടെ നിന്നും ഒളിച്ചോടുന്നത്. പിന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട്. ഈ ജേണിയിൽ DFനെയും DMനെയും ഒരുപോലെ മാറ്റിയെടുക്കുന്ന ഒന്നാണ് സ്പിരിച്വൽ അവേക്കനിങ്. പഴയ രീതിയിലുള്ള ചിന്തകളും ശീലങ്ങളും വിട്ട് ഉയർന്ന തലത്തിലുള്ള ഒരു ആത്മീയ അവസ്ഥയിലേക്ക് മാറേണ്ടി വരുന്നു. ഈ മാറ്റങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും അഭിമുഖീകരിക്കാൻ ഭയന്ന് ഡിവൈൻ മസ്കുലിൻ പിന്നോട്ട് വലിയുന്നു. അവൻ്റെ സോൾ ഗ്രോത്തിന് വേണ്ടിയാണ് അവൻ ഓടുന്നത്. അവൻ്റെ കർമ്മങ്ങൾ തീർക്കാനാണ് അകന്നു നിൽക്കുന്നത്. പഴയതിൽ നിന്ന് മാറി ഒരു പുതിയ ഡിവൈൻ മസ്കുലിൻ ജനിക്കുന്നു. അവന് ഒറ്റയ്ക്ക് സമയം വേണം. അതിനുവേണ്ടിയാണ് അവൻ അകലം പാലിക്കുന്നത്. ഡിവൈൻ മസ്കുലിൻ പൊതുവെ ഭൗതിക ലോകത്തിലെ യുക്തിക്കും ചിന്തകൾക്കും മുൻഗണന നൽകുന്നവരായിരിക്കാം. എന്നാൽ ആത്മീയബന്ധം അവരുടെ ഈഗോയെ തകർക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഈഗോ അതിനെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കും. ഞാൻ എവിടെയോ നഷ്ടപ്പെടുന്നു എന്ന തോന്നൽ അവരിലുണ്ടാകുന്നു. അപ്പോൾ അവർ ഈ ബന്ധത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ഇതിനുള്ള പരിഹാരം ഡിവൈൻ ഫെമിനൻസിനുള്ള ഇന്നർ വർക്കാണ്. ഡിവൈൻ ഫെമിനൻസ് ചേസിങ് നിർത്തുക. ഡിവൈൻ മസ്കുലിൻ ഓടുമ്പോൾ അവരുടെ പിന്നാലെ പോകരുത്. അവരുടെ പിന്നാലെ പോയാൽ അവരുടെ ഭയം ഇരട്ടിക്കുകയുള്ളൂ. ഡിവൈൻ ഫെമിനൻസ് ഇന്നർ വർക്കിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഊർജം മുഴുവൻ ഡിവൈൻ മസ്കുലിനെ തിരികെ കൊണ്ടുവരുന്നതിൽ അല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ആത്മീയമായ വളർച്ചയിലും സമാധാനത്തിലുമാണ് കൊടുക്കേണ്ടത്. യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിക്കണം. ഈ സെപ്പറേഷൻ ആത്മീയമായ വളർച്ചയുടെ മറ്റൊരു ഘട്ടമാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ഊർജം ശരിയായ രീതിയിൽ ബാലൻസ് ആകുമ്പോൾ ഡിവൈൻ മസ്കുലിൻ തിരിച്ചു വരും. ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വാസം അർപ്പിക്കുക. താങ്ക് യു.